ഒരു ദിവസം നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളെ നമ്മൾ വളരെ അണ്ടർ വാല്യൂ ചെയ്തിട്ടാണ് നമ്മളിൽ പല ആളുകളും നിങ്ങളെ അഡിക്ഷനിലേക്ക് നയിക്കുന്നതും നിങ്ങളെ പ്ലഷറിലേക്ക് നയിക്കുന്നതും ഈ ഒരു സാഹചര്യത്തിൽ ഈ തീരുമാനം അല്ല എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ തീരുമാനം എടുപ്പിക്കുന്നതും നമ്മളുടെ ലൈഫിലെ ഓരോ സ്റ്റേജസില് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴോ ഒരു സമയത്ത് ഞാൻ എൻ്റെ ലൈഫിൽ എടുക്കുന്ന ഓരോ ദിവസവും നമ്മൾ ചെറിയ ചെറിയ പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളുടെ റിസൾട്ട് എന്നുള്ളത് ആ ഒരു പർട്ടിക്കുലർ ദിവസത്തിൽ നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ ഒരു ദിവസം നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളെ നമ്മൾ വളരെ അണ്ടർ വാല്യൂ ചെയ്തിട്ടാണ് നമ്മളിൽ പല ആളുകളും കാണുന്നത്. നമ്മൾ ഇന്നൊരു തീരുമാനം എടുക്കുകയാണ്, ഇന്നൊരു നല്ല പ്രവൃത്തി ചെയ്യാം എന്നുള്ള തീരുമാനം എടുക്കുകയാണ്. നമ്മൾ ഇന്ന് പോൺ വീഡിയോസ് കാണുന്നില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. ഇന്ന് നമ്മൾ മറ്റുള്ള വ്യക്തികളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം എന്നുള്ള തീരുമാനം എടുക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരോട് ഒന്ന് കൈൻഡ് ആയിട്ട് ബിഹേവ് ചെയ്യാം എന്നുള്ള തീരുമാനം എടുക്കുകയാണ്. ഇന്ന് ഒരു ബിസിനസ് വീഡിയോസ് കാണാം, ബിസിനസ് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ മോട്ടിവേഷൻ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുകയാണ്. ആ തീരുമാനത്തിന്റെ റിസൾട്ട് എന്നുള്ളത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ദിവസത്തിൽ നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓരോ ദിവസവും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനത്തെ നമ്മൾ വളരെ അണ്ടർ വാല്യൂ ചെയ്താണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോ എന്താണ് അക്ഷയ് ബ്രോ ഒരു ദിവസം നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോ എൻ്റെ ലൈഫില് ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യത്തെ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ തീരുമാനങ്ങൾ എന്നുള്ളത് എടുക്കാറുള്ളത്. ഇപ്പോ ഞാൻ എപ്പോഴോ എടുത്ത ഒരു തീരുമാനമായിരുന്നു മോട്ടിവേഷൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ആ ദിവസം തന്നെ ഞാനൊരു 10 ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും. ആ 10 ഡിസിഷനില് ഒരു ഡിസിഷന്റെ റിസൾട്ടാണ് എൻ്റെ ഇത്രയും കാലത്തെ സമ്പാദ്യവും എൻ്റെ ഇത്രയും കാലത്തെ ഈ കാണുന്ന ജീവിതവും. ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളും ദിവസവും ഓരോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തീരുമാനങ്ങൾ നമ്മളോട് ചോദിക്കേണ്ടത്, ഈ ഓരോ തീരുമാനങ്ങളും എൻ്റെ ചൈൽഡ് സെൽഫാണോ എടുക്കുന്നത്, എൻ്റെ അഡൽട്ട് സെൽഫാണോ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ചോദിക്കാൻ. നമ്മളുടെ ലൈഫിൽ ഒരു ഗ്രേറ്റർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും നമ്മളുടെ ചൈൽഡ് സെൽഫിനെ ഏൽപ്പിക്കാതിരിക്കുക. നമ്മളെല്ലാവരുടെ ഉള്ളിലും 2 സെൽഫാണ് പ്രകാശം ഉള്ളത്. ഒന്ന് നമ്മളുടെ ചൈൽഡ് സെൽഫും മറ്റൊന്ന് നമ്മളുടെ അഡൽട്ട് സെൽഫും. ചൈൽഡ് സെൽഫിന് എന്തായിരിക്കും തോന്നുന്നുണ്ടാവുക? ഇപ്പൊ നമ്മളുടെ മുന്നിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളതായിരിക്കും നമ്മളുടെ ചൈൽഡ് സെൽഫ് പറയുന്നുണ്ടാവുക. ഇപ്പോ ഒരു റിലേഷൻഷിപ്പ്, ഒരു പെൺകുട്ടി വരികയാണെങ്കിൽ അവളുമായിട്ട് റിലേഷൻഷിപ്പിൽ ആവാനായിരിക്കും നമ്മളുടെ ചൈൽഡ് സെൽഫ് പറയുന്നുണ്ടാവുക. ആ സമയത്ത് നമ്മളുടെ അഡൽട്ട് സെൽഫ് പറയുന്നുണ്ടാവും, ഇല്ല, ഇപ്പോ നീ ആ റിലേഷൻഷിപ്പിൽ ആയി കഴിഞ്ഞാൽ ഒരു 3 വർഷം കഴിയുമ്പോൾ നീ എന്നുള്ളത് ഒരു സെൽഫ് റെസ്പെക്ട് ലോസ് ചെയ്ത ഒരു പേഴ്സൺ ആയിട്ടും അത്രയ്ക്ക് ഒരു എനർജി ഇല്ലാത്ത, അല്ലെങ്കിൽ നിന്റെ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിച്ചിട്ടില്ലാത്ത ഒരു പേഴ്സൺ ആയിട്ടായിരിക്കും നീ മാറുന്നുണ്ടാവുക എന്നുള്ളത് നമ്മളുടെ അഡൽട്ട് സെൽഫ് പറയുന്നുണ്ടാവും. അപ്പോ നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും, ഇപ്പൊ എൻ്റെ ഉള്ളിലും ചൈൽഡ് സെൽഫ് ഉണ്ട്, എൻ്റെ ഉള്ളിലും അഡൽട്ട് സെൽഫ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തില് ഭയങ്കരമായിട്ടുള്ള വിഷമം, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഉണ്ടാവുന്നു, നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ റിജക്റ്റ് ചെയ്യുന്നു, അപ്പൊ നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവുന്നു. നമ്മൾ ഡോപ്പമീന്റെ പിന്നിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് സന്തോഷം കിട്ടും, ഇതിൽ നിന്ന് സന്തോഷം കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ളത് നമ്മളുടെ ചൈൽഡ് സെൽഫാണ്.
നമ്മളുടെ ലൈഫിന്റെ മേജർ ആയിട്ടുള്ള പല ഡിസിഷൻസ് നമ്മളുടെ അഡൾട്ട് സെൽഫിനെ കൊണ്ട് എടുക്കാനായിട്ട് നമ്മളെ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. നമ്മൾ ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോഴും ഈ ഡിസിഷൻ ഞാൻ എടുക്കുന്നത് എൻ്റെ ചൈൽഡ് സെൽഫാണോ എടുക്കുന്നത്, എൻ്റെ അഡൾട്ട് സെൽഫാണോ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുക. ഈ അടുത്ത് ഞാനൊരു മെഡിറ്റേഷൻ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ഒരു 5 ദിവസത്തെ ഒരു മെഡിറ്റേഷൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ എന്നെ കുറേ പേര് ഇതുപോലെ എന്നോട് വന്ന് പരിചയപ്പെടുന്നുണ്ടായിരുന്നു. പരിചയപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ കുറേ ആണുങ്ങളും വന്ന് പരിചയപ്പെടുന്നുണ്ടായിരുന്നു, പെണ്ണുങ്ങളും ഇതുപോലെ വന്ന് പരിചയപ്പെടുന്നുണ്ടായിരുന്നു. അവിടെ ഞാനിത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാണ് കേട്ടോ. അവിടെ എന്നോട് ഇതുപോലെ നല്ലൊരു പ്രൊഫഷനിലുള്ള ഒരു വ്യക്തി എന്നോട് വന്ന് പരിചയപ്പെടുന്നുണ്ടായിരുന്നു, ഒരു വിമണായിരുന്നു. അവിടുന്ന് ഞങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു കണക്ഷൻ എന്നുള്ള രീതിയിൽ ആവുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും അവർക്ക് ഞാനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഹൈ ലെവൽ ഓഫ് ടെൻഡൻസി ഉണ്ടാവുകയും അത് മറ്റൊരു തരത്തിലുള്ള ഒരു മെന്റൽ കണക്ഷനിലേക്ക് ക്യുക്കായിട്ട് തന്നെ അവരുടെ ഇന്നർ ചൈൽഡ് എന്നുള്ളതോ സംതിങ് ഹീൽ അല്ലാത്തത് കൊണ്ട് ക്യുക്കായിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എനിക്ക് അക്ഷയ്ക്ക് 2 രീതിയിൽ തീരുമാനം എടുക്കാം. ഒന്ന്, ഈ സമയത്ത് ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഈ ഡിസിഷൻ എടുക്കാനായിട്ട് എനിക്ക് എൻ്റെ ഇന്നർ ചൈൽഡിനെ ഏൽപ്പിക്കാം, എനിക്ക് എൻ്റെ ചൈൽഡ് സെൽഫിനെ ഏൽപ്പിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് എൻ്റെ അഡൾട്ട് സെൽഫിനെ ഏൽപ്പിക്കാം. ഞാൻ ഈ സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത്, കാരണം ഞാൻ അവിടെ മെഡിറ്റേഷൻ ക്ലാസ്സിൽ പോയത് തന്നെ എൻ്റെ ലൈഫിൽ വിഷൻ സെറ്റ് ചെയ്യണം, എനിക്ക് ഭയങ്കരമായിട്ടുള്ള എൻ്റെ കരിയറിലേക്കുള്ള പാത്ത് ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഞാൻ അവിടെ പോകുന്നുണ്ടായിരുന്നത്. അവിടെ നിന്നായിരുന്നു ഇങ്ങനെയുള്ള ഒരു അപ്രോച്ചും ഇങ്ങനെയുള്ള പല രീതിയിൽ നമ്മളുടെ പിന്നിൽ വരുന്നുണ്ടായിരുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് അവരാണെങ്കിൽ ഓക്കെയാണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ്, ലുക്ക് കൊണ്ടും മറ്റുള്ള പല കാര്യങ്ങൾ കൊണ്ടും ഓക്കെയാണ്. പക്ഷേ ആ സമയത്ത് എൻ്റെയും ചൈൽഡ് സെൽഫ് കുറച്ച് നേരത്തേക്ക് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, കുറച്ചു നേരം നിൽക്കാം, കംഫർട്ടബിൾ ആണ്, സെറ്റാണ്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, അടുത്ത ദിവസം ആവുമ്പോൾ എൻ്റെ ഉള്ളിൽ അഡൽട്ട് സെൽഫ് എന്നുള്ളത് പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, അക്ഷയ്, നിനക്ക് ശരിക്കും എക്സാക്ട്ലി എന്താണ് വേണ്ടത്? നീ എന്തിനാണ് എക്സാക്ട്ലി നീ അവിടെ പോയിട്ടുണ്ടായിരുന്നത്? ഇങ്ങനെയുള്ള ഒരു എമോഷണൽ കണക്ഷൻ, ഒരു മെന്റൽ കണക്ഷൻ എന്നുള്ളത് ഒരു വ്യക്തിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, അതോ നിന്റെ ലൈഫിൽ ഒന്നുകൂടി ക്ലാരിറ്റി കൊണ്ടുവരാനും നിന്റെ കരിയറിന്റെ കാര്യത്തിൽ ഒന്നുകൂടി ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനും വേണ്ടിയിട്ടാണോ? ആ ഒരു ചോദ്യത്തിന് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഉത്തരം വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ചൈൽഡ് സെൽഫിനോട് പറഞ്ഞു, അക്ഷയ്, എടാ, നമ്മൾ ഇപ്പൊ ഇവിടെ പോയിരിക്കുന്നത് നിനക്ക് അവരുമായിട്ട് കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അവര് നീയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്, ഇതെല്ലാം ഓക്കെയാണ്, എല്ലാം നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ ഈ സമയത്ത് നമുക്ക് വേണ്ടത് നമ്മളുടെ കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന പർപ്പസ് എന്നുള്ളത് തന്നെ ഇതാണ്, അല്ലാതെ അതല്ല. അപ്പോൾ ഈ ഒരു പർപ്പസിന്റെ നടുവിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നീ കോളേജിൽ പഠിക്കുന്ന സമയത്തും നിന്റെ പിന്നിൽ ഇതുപോലെ പല പെൺകുട്ടികൾ വരുന്നുണ്ടായിരുന്നു. നീ കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്തും നിന്റെ പിന്നിൽ ഇതുപോലെ പലരും വരുന്നുണ്ടായിരുന്നു. അതൊക്കെ അവരെയൊക്കെ അവോയ്ഡ് ചെയ്ത് അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി നിന്റെ കരിയർ എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നീ ഇന്ന് എവിടെയാണോ എത്തിയിട്ടുള്ളത് അവിടെ എത്താനായിട്ടുള്ള കാരണം. സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചൈൽഡിനെ സപ്രസ് ചെയ്യല്ല ചെയ്യുന്നത്, പിടിച്ച് ഇങ്ങനെ ഇല്ല ഇതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ സപ്രസ് ചെയ്യല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെ ചൈൽഡിനോട്, എൻ്റെ ഉള്ളിലുള്ള ചൈൽഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അക്ഷയ്, നിനക്ക് ഈ എമോഷൻ ഉണ്ടാവുന്നുണ്ട്, എല്ലാം ഉണ്ടാവുന്നുണ്ട്, ബേസിക് ആയിട്ട് ഇതെല്ലാവർക്കും ഉണ്ടാവുന്നത് തന്നെയാണ്. പക്ഷേ നീ ഈ സമയത്ത് ഈ രീതിയിൽ, നീ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതേപോലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ തീരുമാനം എടുത്തിട്ടുള്ളവനാണ്. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇന്ന് നീ കാണുന്ന ജീവിതം എന്നുള്ളത് നിനക്ക് ഉണ്ടായിട്ടുള്ളത്. ഞാൻ എന്നോട് പറയുന്നതാ. എന്നിട്ട് എൻ്റെ ഉള്ളിലെ ചൈൽഡിന് വേണ്ട പല കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടാവും.
ഈ ഒരു തീരുമാനം എൻ്റെ അഡൾട്ട് സെൽഫിനെ ഏൽപ്പിച്ചിട്ട് എൻ്റെ ഉള്ളിലെ ചൈൽഡിനെ ഹാപ്പി ആക്കാനായിട്ട് ഞാൻ എനിക്ക് തന്നെ 2 ഷർട്ട് എടുത്തു കൊടുക്കുന്നതായിരിക്കാം. ഞാൻ എന്നെ തന്നെ ഒന്ന് ക്വയറ്റായിട്ട് എന്നോടൊന്ന് മൃദുവായി സംസാരിച്ച് എന്നെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കാം. നിങ്ങളെ അഡിക്ഷനിലേക്ക് നയിക്കുന്നതും നിങ്ങളെ പ്ലഷറിലേക്ക് നയിക്കുന്നതും ഈ ഒരു സാഹചര്യത്തിൽ ഈ തീരുമാനം അല്ല എടുക്കേണ്ടതെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ തീരുമാനം എടുപ്പിക്കുന്നതും നിങ്ങളുടെ ചൈൽഡ് സെൽഫാണ്. അപ്പോ നമ്മളെല്ലാവരുടെ ഉള്ളിലും ഉണ്ടെന്നേ, നമ്മളെല്ലാവരുടെ ഉള്ളിലും ആ ഒരു കുട്ടിയും ഉണ്ട്, ആ ഒരു അഡൾട്ട് സെൽഫും ഉണ്ട്. നമ്മളുടെ ജീവിതത്തിന്റെ ചില ഏരിയാസില് ഹൈലി ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ചില ഏരിയാസില് ഒരിക്കലും ഈ ചൈൽഡ് സെൽഫിനെ തീരുമാനം എടുക്കാനായിട്ട് അനുവദിക്കരുത്. ഏതൊക്കെ ഏരിയയിലാണ് ചൈൽഡ് സെൽഫിനെ പ്രവർത്തിക്കാൻ അനുവദിക്കരുത് എന്ന് പറയുന്നത്? എൻ്റെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരിക്കലും ഞാൻ എൻ്റെ ചൈൽഡ് സെൽഫിനെ, അവന് പ്രവേശനം ഉണ്ട് അവിടെ, ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷേ ആ ഡിസിഷൻ ഈ വ്യക്തിയാണോ എന്നുള്ള കാര്യത്തിൽ അവനെ ഞാൻ തീരുമാനം എടുക്കാൻ വിടാറില്ല. ഹായ് ബ്രോ, ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ എന്നുള്ളത് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് നൽകി വരുന്ന ട്രെയിനിങ്ങിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതുപോലത്തെ ഇൻഡെപ്ത് സെഷൻസ് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് തന്നെ നൽകി വരുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് തന്നെ പരിശ്രമിച്ചിട്ടും ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റുന്നില്ല, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, ഫോക്കസ് റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് എനിക്ക് സീരിയസ് ആയിട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ്, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ എന്നുള്ള കാര്യങ്ങളെ റീബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അത്രയും സീരിയസ് ആണെങ്കിൽ മാത്രം ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്, നമുക്ക് മെസ്സേജ് ചെയ്തേക്കുക.